ഗുരുവായൂർ അമ്പലത്തിന് ചെന്ന് കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിന് ചുറ്റും നമുക്ക് യേശുദാസിന്റെ പാട്ട് കേൾക്കാം. എന്നാൽ ഗുരുവായൂർ അമ്പലത്തിൽ കൃഷ്ണനെ കാണാൻ, ഗുരുവായൂരപ്പനെ കാണാൻ കാത്തു നിൽക്കുന്ന ക്യൂവിൽ ജോണും മുഹമ്മദും ഒക്കെയുണ്ട്. പക്ഷേ യേശുദാസിന് മാത്രം ക്ഷേത്രത്തിനുള്ളിൽ വിലക്കോ? ഒരു ഭക്തൻ ചിദാനന്ദപുരിക്ക് അയച്ച ഒരു കത്തിലെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണിത്. ഈ ചോദ്യത്തിന് വളരെ വ്യക്തമായ മറുപടിയും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ജോണും മുഹമ്മദും ഒക്കെ ഭക്തിയോടെ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നതിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് ചിദാനന്ദപുരി പറയുന്നു. പക്ഷേ ഹിന്ദു പൊതു ആരാധനാലയ നിയമം അനുസരിച്ച് ഹിന്ദുക്കൾക്ക് മാത്രമേ ക്ഷേത്രങ്ങളിൽ പ്രവേശനമുള്ളൂ. ഹിന്ദു എന്നതിന് കൃത്യമായ നിർവചനവുമുണ്ട്. ഹിന്ദുമതക്കാർ, ബുദ്ധമതക്കാർ, ജൈനമതക്കാർ എന്നിവർ ഉൾപ്പെടുന്ന വിഭാഗത്തെയാണ് ഹിന്ദു എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതൊന്നും തിരിച്ചറിയാതെ മുഹമ്മദും ജോണുമൊക്കെ ഗുരുവായൂരിൽ പോകുന്നുണ്ടാകാം, ഗുരുവായൂരപ്പനെ കാണുന്നുണ്ടാകാം. പക്ഷേ അറിഞ്ഞുകൊണ്ട് പോയാൽ അവരെ തടയുക തന്നെ വേണമെന്ന് സ്വാമി ചിദാനന്ദപുരി പറയുന്നു. ജോൺ അവിടെ പോകുന്നത് സന്തോഷമാണ്, മുഹമ്മദ് അവിടെ പോകുന്നത് സന്തോഷമാണ്. കാരണം അവർക്ക് ഭക്തിയുണ്ട്, അവർ വിശ്വാസികളാണ്. വ്യക്തിപരമായി അവരൊക്കെ പോകുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ നിയമം അനുസരിച്ച് അത് തെറ്റാണ്. ചിദാനന്ദപുരിയുടെ വാക്കുകൾ. ക്ഷേത്രവിശ്വാസിയായ, ക്ഷേത്രാചാര മര്യാദകൾ പാലിക്കുന്ന ആർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാം എന്ന വ്യക്തിപരമായ അഭിപ്രായം ഉള്ള ആളാണ് ചിദാനന്ദപുരി. അത് ഹിന്ദുവായാലും കൊള്ളാം, ക്രിസ്ത്യാനിയായാലും കൊള്ളാം, മുസ്ലിം ആയാലും കൊള്ളാം, എല്ലാവർക്കും പോകാം. പക്ഷേ ഇവിടെ ഒന്നും ചിദാനന്ദപുരിക്ക് അധികാരമുള്ള ഇടങ്ങളല്ലല്ലോ എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ചിദാനന്ദപുരിക്ക് അധികാരമുള്ള ക്ഷേത്രത്തിൽ എല്ലാവർക്കും പോകാം. ചെയ്യേണ്ടത് കാലും മുഖവും കഴുകണം, പ്രത്യേകിച്ചും കാല് കഴുകണം. ഹിന്ദുവാണെങ്കിൽ തന്നെ എന്താ അവിടെയാണോ നിങ്ങളുടെ കൃഷ്ണൻ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നവർ ഹിന്ദുക്കളായാലും കൊള്ളാം, ക്ഷേത്രത്തിൽ പോയാൽ ബുദ്ധിമുട്ടാകും എന്നാണ് ചിദാനന്ദപുരിയുടെ വാക്കുകൾ. വളരെ ശക്തമായ ഒരു പ്രതികരണം തന്നെയാണ്, വളരെ വ്യക്തമായ ഒരു പ്രതികരണം തന്നെയാണ് ഈ വിഷയത്തിൽ അദ്ദേഹം നൽകിയിരിക്കുന്നത്. പലപ്പോഴും യേശുദാസിന് ഗുരുവായൂർ അമ്പലത്തിൽ വിലക്ക് കൽപ്പിക്കുമ്പോൾ തോന്നിയിട്ടുള്ള ഒരു സംശയം തന്നെയാണ്. ബാക്കി നമ്മൾ അറിയേ തന്നെ പല ആൾക്കാരും, വ്യത്യസ്ത മതക്കാരായ ആൾക്കാർ ഗുരുവായൂരിൽ കയറിയ കഥകളൊക്കെ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്, കേട്ട് നിന്നിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ യേശുദാസ് എന്ന് പറയുന്നത് ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടും എല്ലാവരും അറിയുന്ന ആളായതുകൊണ്ടും അദ്ദേഹത്തിന്റെ മതം എന്താണ്, അദ്ദേഹത്തിന്റെ വിശ്വാസം എന്താണ് എന്ന് അറിയുന്നത് കൊണ്ടും ഗുരുവായൂരിൽ അദ്ദേഹത്തിന് കയറാൻ വിലക്കുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞ, ചിദാനന്ദപുരി പറഞ്ഞ ഈ ഒരു സന്ദേശം എന്ന് പറയുന്നത്, ആ സന്ദേശം നൽകുന്നത് വളരെ വലിയ ഒരു കാര്യമാണ്. വിശ്വാസമുള്ളവർക്ക് ആർക്കും പോകാം, പക്ഷേ ക്ഷേത്രാചാര പ്രകാരം അത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയാൽ അങ്ങനെ പോകാതിരിക്കുക എന്നതാണ് ചെയ്യേണ്ടുന്ന ഏറ്റവും പരമമായ ഒരു കാര്യം. അയോധ്യ സന്ദർശനത്തിന് ശേഷം ചിദാനന്ദപുരി പങ്കുവച്ച അദ്ദേഹത്തിന്റെ അനുഭവത്തിലും എല്ലാ മതങ്ങളുടെയും പ്രാധാന്യം വ്യക്തമാക്കുന്നുണ്ട്. രാമക്ഷേത്രത്തിൽ എങ്ങനെയാണ് എല്ലാ മതങ്ങളുടെയും പ്രാധാന്യം എന്ന സന്ദേശം തന്നെയാണ് അദ്ദേഹം നൽകിയത്. ഹിന്ദു മുസ്ലിം എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും അയോധ്യയുടെ തെരുവുകളിൽ ആനന്ദ നൃത്തം ചവിട്ടുന്ന കാഴ്ച വഴിനില കാണാനായി എന്നാണ് അദ്ദേഹം കുറിച്ചത്. സമൂഹം ഒറ്റക്കെട്ടായി സന്തോഷം പങ്കിടുന്നതാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ കണ്ട കാഴ്ച. എത്രയോ തവണ അയോധ്യയിൽ എത്തിയിട്ടുണ്ട്. സന്യാസകാലത്തും അതിനു മുൻപും ആശ്രമങ്ങളിലും സത്രങ്ങളിലും കഴിഞ്ഞുകൂടിയ കാലം. സന്യാസ ദീക്ഷയ്ക്ക് മുൻപ് അലഞ്ഞപ്പോൾ ആ തെരുവുകളിൽ കിടന്നുറങ്ങിയിട്ടുണ്ട് എന്ന അനുഭവം അദ്ദേഹം പങ്കുവച്ചു. പരിചിതമായ അയോധ്യയല്ല, മാറ്റപ്പെട്ട ക്ഷേത്രനഗരി പുതിയ കാഴ്ചകളാണ് സമ്മാനിച്ചത്. സമൂഹ മനസ്സിലുണ്ടായ മാറ്റമാണ് അയോധ്യയിലുണ്ടായ മാറ്റം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അയോധ്യയിൽ ശ്രീരാമനായാലും സീതയായാലും പ്രാധാന്യം ഹനുമാനാണ്. ഹനുമാൻ ഗഡി തിരക്കേറിയ തെരുവായിരുന്നു പണ്ട്. വളഞ്ഞുപുളഞ്ഞുള്ള വഴികളിലൂടെയായിരുന്നു ജന്മസ്ഥാനത്തേക്കുള്ള യാത്ര. എന്നാൽ ഇന്ന് ഹനുമാൻ ഗഡിയിൽ നിന്ന് നേരെ രാമജന്മസ്ഥാനത്തേക്ക് നടക്കാം. വിശാലമായ നിരത്തും മനോഹരമായ വശങ്ങളും കച്ചവടക്കാരും ഓട്ടോറിക്ഷക്കാരും ഒക്കെയുള്ള കാഴ്ചകൾ. പക്ഷെ അവരേറെയും മുസ്ലിങ്ങളാണ്. എല്ലാവരുടെയും മുഖത്ത് സന്തോഷം, വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ കഴിയാത്ത സന്തോഷ തള്ളിച്ചയിൽ അവർ നൃത്തം ചവിട്ടുന്നു എന്നാണ് അദ്ദേഹം കുറിച്ചത്. കേരളത്തിലുള്ളവർക്ക് ഇത് മനസ്സിലാകില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ചിദാനന്ദപുരി നൽകുന്ന ഈ ഒരു സന്ദേശം. എവിടെയും നമുക്ക് മതസാഹോദര്യം, മതസൗഹാർദ്ദം ഇതൊക്കെ തന്നെയാണ് വേണ്ടത്, അല്ലാതെ പരസ്പരം മത്സരിക്കുകയല്ല. എന്നാൽ ഒരു ക്ഷേത്രത്തിൽ, ഒരു ആരാധനാലയത്തിൽ അവിടുത്തെ ആചാരങ്ങൾ അനുസരിച്ച് മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാൾക്ക് കയറാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ മാന്യമായി പരിപാലിക്കുന്നിടത്താണ് നമ്മൾ മറ്റൊരു മതത്തെ അംഗീകരിക്കുകയും അവരുടെ ആചാരങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളായി മാറുന്നത്. ആ സന്ദേശമാണ് ഓരോരുത്തരും മനസ്സിലാക്കിയാൽ നല്ല മതസൗഹാർദ്ദത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ, മറ്റുള്ളവരെ സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന പൗരന്മാരായി മാറാൻ സാധിക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.